അകത്തേക്ക് വരാം. യാമി ഒരുങ്ങി. എനിക്ക് ഈ വസുമതിയുടെ ഒരു നാണം കാണുമ്പോഴ ഇനി താമസിച്ചാൽ യാമിക്ക് അതൊരു മുഷ്ടിലാവും. അങ്ങനെയല്ലേ ശാന്താറാം? പറ്റി വന്നോ? താനിത് എവിടെയായിരുന്നു? കാണാതായപ്പോ ഞാനിങ്ങ ഇറങ്ങി. പുരയിലെ ഏറ്റവും വിലപ്പെട്ട അതിഥി വന്നിരുന്നു, ദേവറാവു. അതുകൊണ്ട് ഇറങ്ങാൻ കുറച്ച് വൈകി. താൻ ഇപ്പോഴേ കഴിച്ചിട്ടുണ്ടോ? കുറച്ച്. വല്ലാത്തൊരു വിമ്മിട്ടം. എന്താ പൊതിയൊക്കെ? മാലയ്ക്കാ? അവള് പെട്ടെന്ന് വളരാൻ, അവളുടെ അമ്മയെപ്പോലെ സുന്ദരിയാകാൻ ദേവറാവുവിന്റെ വക പലഹാരം.
വിധിയാണടോ. അല്ലെങ്കിൽ 15 കൊല്ലം മുമ്പ് ഉദയപുരത്ത് കച്ചേരിയും കഴിഞ്ഞു പോയ ഭാഗവത് എന്തിനാ ദേവദാസിപുരയിൽ ചെന്ന് കയറിയത്? കലാകാരന്റെ ദൗർബല്യം. പെണ്ണിനെ അറിയാത്തവനൊന്നും ആയിരുന്നില്ലല്ലോ ശാന്താറാം. എന്നിട്ടും പെട്ടുപോയി. എന്റെ പാട്ടിനൊത്ത് അവളുടെ ചിലങ്കുകൾ ആടിത്തിമിർത്തപ്പോ, ആ നനഞ്ഞ വിരലുകൾ എന്നെ സ്പർശിച്ചപ്പോ, അപ്പോഴൊക്കെയും അന്നോളം അനുഭവിക്കാത്തൊരു സുഖം, ഒരാനന്ദം. ദാസിപ്പുരയിലെ ചൂട് തേടിപ്പോയവന് അന്ന് കിട്ടിയത് അതൊന്നും ആയിരുന്നില്ലടോ. നെഞ്ച് നിറച്ച് മനസ്സ് നിറച്ച് സ്നേഹമായിരുന്നു. ദാസിപ്പുരയിൽ നിന്ന് അവളെ ഇറക്കിക്കൊണ്ട് വരുമ്പോ അന്നോളം തൊണ്ട പൊട്ടി പാടിയതെല്ലാം നഷ്ടപ്പെടുകയായിരുന്നു. എല്ലാം. ദേവദാസിയെ കൂടെ പാർപ്പിച്ചവനെ എല്ലാവരും ചേർന്ന് വിലക്കി. ഒരുപാട് തെണ്ടി ഒന്ന് പാടാൻ, ഒരു വേദി കിട്ടാൻ. അവസാനം സ്വന്തം ഭാര്യയ്ക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ വീണ്ടും പാടി. എവിടെ? അതേ ദാസിപുരയിൽ തന്നെ. ശാന്താറാമിന്റെ കണ്ണീരിന്റെ ഉപ്പ് നുകരാൻ എന്നും അവൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കണ്ണു തുറക്കാത്തൊരു ചോരക്കുഞ്ഞിനെ തന്നിട്ട് അവൾ പോകുന്നത് വരെ. അവള് മരിച്ചിട്ടും ശാന്താറാം തളർന്നില്ലടോ. മനസ്സ് തളരാതിരുന്നിട്ടും ശരീരം തളർന്നു. രോഗിയായി. ആകെയുണ്ടായിരുന്ന വീടും പോയി. ഇപ്പോ എനിക്ക് പേടിയാകുന്നടോ. ശരിക്കും എന്റെ കുട്ടിക്ക് വില പറയുക അവരിപ്പോ. അവള് വലുതാകാൻ കാത്തിരിക്കുക. തനിക്ക് മകളെയും കുട്ടി എവിടേക്കെങ്കിലും പോയിക്കൂടെ? എവിടേക്ക്? അതും ഈ ശരീരവും കൊണ്ട്. തെണ്ടിയിട്ടാണെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വയ്ക്കാം. അതുമാത്രം പോരല്ലോ. അവളുടെ പ്രായം അത് അവളെ എവിടെയെങ്കിലും രക്ഷപ്പെടുത്തുമോടോ? പിന്നെ കൊടുക്കില്ലടോ. ഞാൻ ഒരു സമ്പ്രദായത്തിനും ഞാൻ അവളെ കൊടുക്കില്ല. പൊക്കിൽ ജീവനുള്ളിടത്തോളം അവളെ ഒരു ദേവദാസിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ജീവിതത്തിൽ എല്ലായിടത്തും തോറ്റ ഈ പാവം ഭാഗവതർക്ക് എവിടെയെങ്കിലും ഒന്ന് ജയിക്കണ്ടേടോ. ഏയ്, എന്താ ഇത്? താനിത് കഴിച്ചേ, എന്നിട്ട് വാ. മോളെ, മോള് വല്ലതും കഴിച്ചോടി? അച്ഛനെടുത്ത് വെച്ചിട്ടുണ്ട്. ആ, അച്ഛാ. വേണ്ട, മോള് കിടന്നോ. അച്ഛനെടുത്ത് കഴിച്ചോളാം. നിങ്ങൾ നടന്നോ? നിന്നെ ഒന്ന് കാണാൻ കൂടെ കിട്ടുന്നില്ലല്ലോ എന്റെ കുട്ടി. എത്ര വട്ടം നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു നിന്നെയും കൂട്ടിയൊന്ന് വരാൻ. അച്ഛനൊന്നും പറഞ്ഞില്ല. എന്തു കോലായത്? എങ്ങനെ കഴിയേണ്ട കുട്ടിയാ നീ? രാജകുമാരിയെ പോലെ ജീവിക്കണ്ട കുട്ടിയെ കൊണ്ടുപോയി ചേരിയിലിട്ടിരിക്കുന്നു. ഇനി അധിക കാലമൊന്നും എന്റെ കുട്ടിക്ക് അവിടെ കഴിയേണ്ടി വരില്ല.
സത്യം ആ ദിവസത്തിന് എല്ലാരും കാത്തിരിക്കുക നിന്നെ പുരയിലേക്ക് കൂട്ടാൻ. ഉം. ഇത് കുടിക്കേ, കുറച്ച് ആശ്വാസം കിട്ടും. വേണ്ട, ഛർദ്ദിക്കും എന്ന് കരുതി ഒന്നും കഴിക്കാതിരുന്നാലോ? അത് കുടിക്കേ. മതി. സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ കേക്കില്ല. ശ്രദ്ധിക്കേണ്ടത് നമ്മളല്ലേ? നിന്നെ പോലെ തന്നെയല്ലേ മറ്റു കുട്ടികളും? അവർക്കെന്താ ഇങ്ങനെ ഒരു അബദ്ധം പറ്റാത്തത്? 2 മാസമായിട്ടും നീ ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ അത് വിശ്വസിക്കാൻ മാത്രം വിട്ടിയൊന്നും അല്ല ഞാൻ. നിനക്കിത് 2ാമത്തെ പ്രാവശ്യ. ആദ്യത്തേത് തന്നെ സമയം കഴിഞ്ഞിട്ടും വൈദ്യരുടെ ഒറ്റ മിടുക്കൊണ്ടാ കളയാൻ കഴിഞ്ഞത്. എന്നിട്ടോ 1 മാസത്തേക്ക് ഇവൾക്ക് എണീറ്റൊന്നും നടക്കാൻ പോലും കഴിഞ്ഞില്ല. നിന്നെ കരയിക്കാൻ പറഞ്ഞതല്ല. പെൺകുട്ടിയാണെങ്കിൽ പുരയിലമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കും. കാര്യങ്ങളൊക്കെ കൃഷ്ണൻ പറഞ്ഞില്ലേ? എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിന്നോളൂ. നിന്നോളൂ നിന്നോളൂ. ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. കിടക്കൂ. അധികം വൈകാതിരിക്കുന്ന നല്ലത്. ആൺകുട്ടിയാണെന്ന് ഉറപ്പാണോ? അതെന്താ ദേവം അങ്ങനെ ഒരു ചോദ്യം? എപ്പോഴത്തേക്കാ? ഇന്ന് തന്നെ അവനെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ശരി. എന്നാലും അതാടെ ആയിരിക്കും. ഏത് ഗർഭം ഇതേതാ മാസം? മാർച്ചല്ലേ? അതല്ലടോ, അവക്കിതേതാ മാസം? 2 അവള് പറഞ്ഞേ. വൈദ്യരുടെ കണക്ക് മാസം 3. 3. മൂന്നൊക്കെ ആയാ പിന്നെ വലിയ ബുദ്ധിമുട്ടാ. അതിപ്പോ 10 ആയാലും നമ്മുടെ വൈദ്യര് കലക്കും. ഈ വക കാര്യത്തിനൊക്കെ ആള് മിടുക്കനാ. എന്നാലും ആരുടെ ആയിരിക്കും? നീ ഇപ്പൊ തറഞ്ഞേ അടങ്ങുള്ളോ? എന്നാലും മോർ അവിടെ നല്ലടോ, അകത്തൂന്ന്. ഓ ആ. എന്നാലും അതാരുടെ ആയിരിക്കും? കരയല്ലേ? ഒന്നുമില്ല. എന്നാ എന്റെ ദേവം പുറത്തേക്ക് നിന്നോളൂ. ആ വാതിലടിക്കണോ? ഓ ഓ എന്തായി? എന്ത് കാണാനിരിക്കുക? പോയി കിടന്നൂടെ? വൈദ്യര് പറഞ്ഞിട്ട് ഇന്നോളം തെറ്റിയിട്ടില്ലല്ലോ. ഈ പൊരയിൽ ആൺകുട്ടികൾ പറഞ്ഞിട്ടുമില്ല. അകത്ത് പോവാൻ